നമ്മൾ ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും എങ്ങനെ പെട്ടെന്ന് കാശുണ്ടാക്കാം അല്ലെങ്കിൽ എങ്ങനെ പണിയെടുക്കാതെ പണക്കാരനാകാം എന്നൊക്കെ. ഇന്ന് നമുക്ക് നിങ്ങളെ സമ്പന്നരാക്കാൻ സഹായിക്കുന്ന കുറച്ച് അസറ്റുകളൊന്ന് നോക്കിയാലോ. പറയാൻ പോകുന്നവയെ എപ്പോഴും നമ്മളെ ഇപ്പൊ പണക്കാരനാക്കാമെന്ന് പറഞ്ഞ് പറ്റിക്കുന്ന വീഡിയോയിലെ കണ്ടന്റ് പോലെ തള്ളിക്കളയണ്ട. പറയാൻ പോകുന്നത് വളരെ ശക്തിയുള്ള, വളർന്നുകൊണ്ടിരിക്കുന്ന, നമുക്കൊരു പാസീവ് ഇൻകം നേടിത്തന്ന് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കി തരാൻ കെൽപ്പുള്ള അസറ്റുകളെ പറ്റിയാണ്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് അവിശ്വസനീയമായ സമ്പത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ സഹായിക്കുന്ന ടോപ്പ് 10 അസറ്റുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ആദ്യമായി പറയാൻ പോകുന്നത് നമുക്കെല്ലാം സുപരിചിതമായ ഒന്നിനെ പറ്റിയാണ്. മറ്റൊന്നുമല്ല റിയൽ എസ്റ്റേറ്റ്. ഒരു പ്രോപ്പർട്ടി നമ്മൾ സ്വന്തമാക്കിയാൽ കാലക്രമേണ അതിന്റെ വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കും. ഒരു സിംഗിൾ പ്രോപ്പർട്ടിയെ ഒരു വാസ്റ്റ് പോർട്ട്ഫോളിയോ ആക്കി മാറ്റി സമ്പത്ത് കെട്ടിപ്പടുക്കുന്നതിനുള്ള ഏറ്റവും വിശ്വസനീയമായ ഒരു മാർഗമാണ് റിയൽ എസ്റ്റേറ്റ്. റെസിഡൻഷ്യൽ ഹോമുകൾ മുതൽ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്സ് വരെയുള്ള ഇതിന് സ്ഥിരതയുള്ള ഉയർന്ന വരുമാനം നേടിത്തരാൻ സാധിക്കും. ലോകത്തിലെ ഏറ്റവും ധനികരായ ആളുകളിൽ പലരും തങ്ങളുടെ യാത്ര ആരംഭിച്ചത് ഒരു പ്രോപ്പർട്ടി നിക്ഷേപത്തിലൂടെയാണ് എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അടുത്തതായി പറയാനുള്ളത് ബോണ്ടുകളെ പറ്റിയാണ്. ഇതുവഴി നിങ്ങൾ ഗവൺമെന്റിനോ വിശ്വസ്ത കമ്പനികൾക്കോ പണം കടം കൊടുത്താൽ അതിന് നിങ്ങൾക്ക് പലിശ സഹിതം തിരികെ നേടാൻ സാധിക്കും. റിസ്കുകൾ എടുക്കാതെ പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഇതൊരു നല്ല ഓപ്ഷനാണ്. ബോണ്ടുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ സമ്പത്ത് ക്രമേണ വളരുകയും സ്ഥിരമായ വരുമാനം ലഭിക്കുകയും ചെയ്യും. ഇത് സാമ്പത്തിക സുരക്ഷിതത്വം തേടുന്നവർക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. വിപണിയിലെ ഉയർച്ച താഴ്ചകളുമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ബോണ്ടുകൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെ സേഫായി തന്നെ നിലനിർത്തും. ഇനി നമുക്ക് സ്റ്റോക്കിനെ കുറിച്ച് സംസാരിക്കാം. ടാറ്റ അല്ലെങ്കിൽ റിലയൻസ് പോലുള്ള വ്യവസായ ഭീമന്മാരുടെ ബിസിനസിന്റെ ഒരു ഭാഗം സ്വന്തമാക്കുന്നതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കമ്പനിയുടെ വളർച്ചയിലും വിജയത്തിലും പങ്കുചേരാൻ സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങളെ സഹായിക്കും. അത് കാലക്രമേണ അവിശ്വസനീയമായ വരുമാനം നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഓഹരി വിപണിയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുമെങ്കിലും ക്ഷമയോടെ അതിനെക്കുറിച്ച് നന്നായി പഠിച്ച് മികച്ച സെലക്ഷനുകൾ എടുക്കുന്നവർക്ക് ഈ ഫീൽഡിൽ ഉറപ്പായും അസാധാരണമായ വിജയം കൈവരിക്കാൻ സാധിക്കും. അടുത്തതായി പറയാനുള്ളത് കുറച്ചുകൂടി സുരക്ഷ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയാണ്. നിങ്ങളുടെ പണം മാനേജ് ചെയ്യാനും വിവിധ കമ്പനികളിലും ആസ്തികളിലും നിക്ഷേപം നടത്താനും വിദഗ്ധരുടെ ഒരു ടീമിനെ നിയമിക്കുന്നത് പോലെയാണിത്. മ്യൂച്വൽ ഫണ്ടുകൾ വളരെ സേഫായും ബാലൻസ്ഡായും നിങ്ങളെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. റിസ്ക് കുറച്ചുകൊണ്ട് സമ്പത്ത് കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന തുടക്കക്കാർക്ക് ഇതൊരു മികച്ച ഓപ്ഷനാണ്. അടുത്തതായി സമ്പത്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് പേറ്റന്റുകൾ. നമ്മൾ ഇന്നു കാണുന്ന വിവിധ ടെക്നോളജികളും കണ്ടുപിടുത്തലുകളുമൊക്കെ പേറ്റന്റ് കൊണ്ട് സംരക്ഷിച്ചിട്ടുള്ളവയാണ്. മറ്റുള്ള അസറ്റുകളെ പോലെയല്ല ഒരു പേറ്റന്റ് സ്വന്തമായി ഉണ്ടെങ്കിൽ അത് മറ്റാർക്കും തന്നെ തൊടാൻ പോലും പറ്റാത്ത ഒരു അസറ്റാണ്. നമ്മുടെ ഐഡിയാസിനെ വിറ്റുകൊണ്ടോ ലൈസൻസ് എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ സ്വന്തമായി പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടോ നമുക്കതിൽ നിന്നും പണം നേടാൻ സാധിക്കും. നിങ്ങളുടെ കയ്യിലൊരു നോവലോ കൺസെപ്റ്റോ ഇൻവെൻഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊരു പേറ്റന്റ് എടുക്കുന്നത് വളരെ വാല്യുബിളായ ഒരു അസറ്റായി അതിനെ മാറ്റും. അടുത്തതായി പറയാനുള്ളത് നൂറ്റാണ്ടുകളായി സമ്പത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും പ്രതീകമായ സ്വർണത്തെ പറ്റിയാണ്. മറ്റ് ആസ്തികളിൽ നിന്ന് വ്യത്യസ്തമായി സ്വർണത്തിന് ഇൻട്രിൻസിക് വാല്യൂ ആണ് ഉള്ളത്. ഇത് സ്വർണത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ സമയങ്ങളിൽ ഒരു സുരക്ഷിത താവളമാക്കി മാറ്റുന്നു. നാണയങ്ങൾ, ബാറുകൾ, ആഭരണങ്ങൾ എന്നിങ്ങനെ ഏത് രൂപത്തിലായാലും എന്നും മൂല്യം നിലനിർത്തുന്ന ഒരു വിശ്വസനീയമായ ആസ്തിയാണ് സ്വർണം. അടുത്തതായി പറയാനുള്ളത് പണം സമ്പാദിക്കാനുള്ള ഒരു മികച്ച വഴിയായ വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തുന്ന റോ മെറ്റീരിയൽസിനെ കുറിച്ചാണ്. ഓയിൽ, മെറ്റൽസ്, അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് തുടങ്ങിയ വിവിധ റോ മെറ്റീരിയൽസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ലോകത്തിന് കൂടി ആവശ്യമായ
ഒരു അസറ്റിലേക്കാണ് നിങ്ങൾ എത്തപ്പെടുന്നത്. ആവശ്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഈ വസ്തുക്കളുടെ ഡിമാൻഡും വർദ്ധിക്കും. ഇത്തരം വസ്തുക്കൾക്ക് നിങ്ങളുടെ സമ്പത്ത് സംരക്ഷിക്കാനും മികച്ച വരുമാനം നൽകാനും കഴിയും. അടുത്തതായി പറയാനുള്ളത് ട്രേഡ് മാർക്കിനെ പറ്റിയാണ്. ഒരു ലോഗോയിലോ ബ്രാൻഡ് നെയിമിലോ ഉള്ള ഒരു ട്രേഡ് മാർക്ക് അതിനെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് സംരക്ഷിക്കുകയും അതിന്റെ വാല്യൂ വർദ്ധിപ്പിക്കുകയും ചെയ്യും. കാലക്രമേണ വിജയകരമായ ഒരു ബ്രാൻഡിന്റെ ലോഗോയ്ക്ക് വലിയ മൂല്യം നിലനിർത്താനും ഒരു അസറ്റായി പ്രവർത്തിക്കാനും കഴിയും. വൻ വിജയത്തിൽ പോകുന്ന ഒരു കമ്പനിയുടെ ലോഗോയ്ക്ക് പോലും വളരെയേറെ മൂല്യമാണുള്ളത്. നിങ്ങളൊരു ബ്രാൻഡ് നിർമ്മിച്ച് അത് വളർത്തുന്നതിലൂടെ നിങ്ങളുടെ ബിസിനസ്സിന് ശാശ്വതമായ മൂല്യം നൽകുന്ന ഒരു അസറ്റ് കൂടിയാണ് നിങ്ങൾ സൃഷ്ടിക്കുന്നത്. അടുത്തതായി പറയാനുള്ളത്, പുറത്തിറങ്ങി ഏറെ കാലം കഴിഞ്ഞാലും നിങ്ങൾക്ക് സമ്പത്ത് തന്നുകൊണ്ടേയിരിക്കുന്ന ബുക്ക്, പാട്ട്, ഡിജിറ്റൽ കോഴ്സ് എന്നിവയൊക്കെ കുറിച്ചാണ്. അവയുടെ ആദ്യത്തെ ലോഞ്ച് കഴിഞ്ഞ് വളരെ കാലം കഴിഞ്ഞാലും റോയൽറ്റിയോ ഫീസോ സെയിൽസോ വഴി അത് സമ്പത്ത് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. നിങ്ങളൊരു രചയിതാവോ സംഗീതജ്ഞനോ അധ്യാപകനോ ആയിക്കോട്ടെ, ഇത്തരത്തിൽ ഡിജിറ്റൽ ഉൽപ്പന്നങ്ങൾ വഴി ഒരു പാസീവ് ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരിക്കൽ മാത്രം സൃഷ്ടിച്ചുകൊണ്ട് വർഷങ്ങൾ കഴിഞ്ഞാലും സമ്പത്തുണ്ടാക്കി തരുന്ന ഇത്തരം അസറ്റുകൾ സമ്പന്നരാകാൻ നിങ്ങളെ വളരെയേറെ സഹായിക്കുന്ന ഒന്നാണ്. അവസാനമായി പറയാനുള്ളത് ബ്രാൻഡിനെയും ഗുഡ്വില്ലിനെയും പറ്റിയാണ്. ആളുകൾ ഒരു ബ്രാൻഡിനെ വിശ്വസിക്കുമ്പോൾ അവർ അത് മറ്റുള്ളവർക്ക് ശുപാർശ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു കമ്പനിക്ക് ഒരു നല്ല റെപ്യൂട്ടേഷൻ ഉണ്ടാവുന്നത് ഒരു ഫീൽ ഗുഡ് ഫാക്ടർ എന്നതിനു പുറമെ അതിന്റെ വളർച്ചയ്ക്കും പാർട്ട്ണർഷിപ്പിനും സെയിൽസ് വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെയുള്ള ഒരു ശക്തമായ ഘടകമാണ്. ഗുഡ്വിൽ കെട്ടിപ്പടുക്കാൻ ഒരുപാട് സമയമെടുക്കുമെങ്കിലും ഒരിക്കൽ അത് എടുത്തു കഴിഞ്ഞാൽ ഏതൊരു ബിസിനസിന്റെയും മൂല്യം ഉയർത്താൻ കെൽപ്പുള്ള ഒരു ശക്തമായ ഉപകരണമായി അത് മാറും. അപ്പോൾ ഇതൊക്കെയാണ് അവിശ്വസനീയമായ സമ്പത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ സഹായിക്കുന്ന ടോപ്പ് 10 അസറ്റുകൾ. ഇതിൽ പറഞ്ഞ ഓരോ അസറ്റുകളും വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യൂ. ഇനിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.